നാടോടിക്കാറ്റ്, വരവേൽപ്പ്, പട്ടണപ്രവേശനം, പിൻഗാമി തുടങ്ങി നിരവധി മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്കായി ക്യാമറ കണ്ണുകളിൽ കൂടെ ഒപ്പിയ ഛായാഗ്രാഹകനാണ് ബിപിൻ മോഹൻ. സത്യൻ അന്തിക്കാട്. ബിപിൻ മോഹൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളൊന്നും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. പിന്നീട് സംവിധായകനായും ബിപിൻ മോഹൻ ശ്രദ്ധ നേടിയിരുന്നു. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ ബിപിൻ മോഹന് സാധിച്ചിട്ടുണ്ട്. സിനിമാ ജീവിതത്തിൽ തന്നെ ചിരിപ്പിച്ചതും കരയിപ്പിച്ചതും മോഹൻലാലാണെന്ന് പറയുകയാണ് ബിപിൻ മോഹൻ. ടി.പി. ബാലഗോപാലൻ M.A. എന്ന സിനിമയിൽ മോഹൻലാലിന്റെ പ്രകടനം കണ്ട് തനിക്ക് കട്ടു പറയാൻ പറ്റിയില്ലെന്നും അതുപോലെ നാടോടിക്കാറ്റിലെ മോഹൻലാലിന്റെ പ്രകടനം കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഐശ്വര്യ റായിയെ പോലെ ഭംഗിയുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞ അദ്ദേഹം അഭിനയം കൊണ്ടുകൂടെയാണ് മമ്മൂട്ടിക്ക് സൗന്ദര്യം കൂടുന്നതെന്നും കൂട്ടിച്ചേർത്തു. സിനിമാ ജീവിതത്തിൽ കരയിപ്പിച്ചതും ചിരിപ്പിച്ചതും മോഹൻലാലാണ്. ആദ്യത്തെ സിനിമ തിരുനോട്ടം മുതൽ എനിക്ക് ലാലിനെ അറിയാം. ലാലുമായുള്ള ആദ്യത്തെ സിനിമ ടി.പി. ബാലഗോപാലനാണ്. അത് എന്നെ കരയിപ്പിച്ച സിനിമയാണ്. അനിയത്തിയെ കല്യാണം കഴിപ്പിച്ച് 50 രൂപ കൊടുത്ത് ഡയലോഗ് പറയുന്ന സീൻ എനിക്ക് മറക്കാനാവില്ല. ആ സീൻ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു. സത്യൻ അന്തിക്കാട്. സീൻ ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ കരച്ചിൽ കൊണ്ട് എനിക്ക് ഓക്കെ എന്ന് പോലും പറയാനായില്ല. അതുപോലെ ചിരിപ്പിച്ച നടനും ലാലാണ്. ചിരിപ്പിച്ച് ക്യാമറ പോലും വീണിട്ടുണ്ട്. നാടോടിക്കാറ്റ് സിനിമയിലൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ശ്രീനിവാസൻ കൂടിയുണ്ടെങ്കിൽ ചിരി കൂടും. സ്ത്രീകളിൽ ഐശ്വര്യ റായിയെ ഷൂട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഷൂട്ട് നടക്കുമ്പോൾ മധു എന്നോട് പോരാൻ പറഞ്ഞു. ഞാനില്ലെന്ന് പറഞ്ഞു. ഐശ്വര്യ റായി ആണ് നടിയെന്ന് പറഞ്ഞതോടെ ഓക്കെ പറഞ്ഞു. ഇത്രയും ഭംഗിയുള്ള സ്ത്രീയെ കണ്ടിട്ടില്ല.